ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ, ഹാപ്പി ആയിട്ടിരിക്കണില്ലേ? ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന CBSE മാത്സിലെ ക്ലാസ് 6 ചാപ്റ്റർ 12 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. എന്താ നിഖിലിനൊരു ഡൗട്ട്? റേഷനല്ല, റേഷൻ ഷോപ്പല്ല, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. തമാശ പറഞ്ഞാണല്ലേ? ശരി, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡിൽ ക്ലാസ്സിലേക്ക് പോവാം. വരൂ. ഇന്ന് നമ്മൾക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ചാപ്റ്റർ 12 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. എന്താണ് ഈ റേഷ്യോ? പ്രൊപ്പോർഷൻ പിന്നെ പഠിക്കാം. ആദ്യം നമുക്ക് റേഷ്യോ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ റേഷ്യോ? റേഷ്യോ എന്ന് പറയുന്നാൽ കമ്പാരിസൺ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റേഷ്യോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് അതിനേക്കാൾ നീളം കൂടുതലാണ്, അതിനേക്കാൾ എത്ര വെയിറ്റ് കുറവാണ് വേറൊരു സാധനം. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാവുന്ന സംഗതികളുണ്ട് അല്ലേ? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, വെയിറ്റ്, പെരിമീറ്റർ, ഏരിയയുടെ ഇതിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്പേഴ്സ്, എത്ര നമ്പർ, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റേഷ്യോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ പോട്ടെ, അഞ്ജലിയുടെ കയ്യിൽ 10 റുപ്പീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ജോയലിൻ്റെ കയ്യിൽ 13 റുപ്പീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്കിതെന്ന് പറയാം, ജോയലിൻ്റെ കയ്യിൽ കൂടുതൽ പൈസയുണ്ട്. എത്ര? 3 മോർ ദാൻ അഞ്ജലി. അഞ്ജലിയുടെ കയ്യിലുള്ളതിനേക്കാളും 3 രൂപ കൂടുതൽ ജോയലിൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവേണ്ടത് ജോയലിൻ്റെ കയ്യിൽ അഞ്ജലിയേക്കാളും കൂടുതൽ പൈസയുണ്ട്. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് അത് കൂടുതലുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു കാര്യം, റോബർട്ടിൻ്റെ കയ്യിൽ 1000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, സിന്ധുവിൻ്റെ കയ്യിൽ 1003 റുപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവണത്? അപ്പോൾ ഇവിടെ റോബർട്ടിനേക്കാളും പൈസ കൂടുതൽ സിന്ധുവിൻ്റെ കയ്യിലുണ്ട്. എത്ര? 3 മോർ ദാൻ റോബർട്ട്. ഇവിടെ എന്തായിരുന്നു? അഞ്ജലിയുടെ കയ്യിലുള്ളതിനേക്കാളും 3 റുപ്പീസ് മോർ ദാൻ ജോയലിൻ്റെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? ഇവിടെ റോബർട്ടിൻ്റെ കയ്യിലുള്ളതിനേക്കാളും 3 റുപ്പീസ് മോർ ദാൻ സിന്ധുവിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ കമ്പാരിസൺ അത്ര സുഖം പോരാ. എന്താ കാരണം? നമുക്കൊരു കൃത്യം ഒരു പിക്ചർ പിടികിട്ടില്ല. ഇവിടെ 10 രൂപയുണ്ട്, 13 രൂപയുണ്ട്. ഈ ഡിഫറൻസ് 3 റുപ്പീസ് ഡിഫറൻസ് ആണെങ്കിലും 10, 13 വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങണതൊക്കെ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 13 രൂപയ്ക്ക് കിട്ടില്ല. അല്ല, 13 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 10 രൂപയ്ക്ക് കിട്ടില്ല. വെച്ചാൽ 3 രൂപയുടെ വാല്യൂ കൂടുതലാണ് അതുള്ളത്. നേരെ മറിച്ച് ഈ 1000 ഒരാളുടെ കയ്യിലേക്ക് 1003 മറ്റാളുടെ വെച്ച് കഴിഞ്ഞാൽ ഈ 3 റുപ്പീസ് ഡിഫറൻസ് അത്ര വലിയ സംഭവമല്ല. നമുക്ക് ഒറ്റ മൊത്തത്തിൽ 1000, ഒരാളിൽ 1000, ഒരാൾ 1003, അതൊന്നും കൂടി നിസ്സാരമല്ല. ഇവിടുത്തെ ഈ 3 റുപ്പീസിൻ്റെ ഡിഫറൻസ് നിസ്സാരമാണ്. 1000, 1003, അത് ഈ 1000 രൂപ ഒരാളുടെ ഉണ്ടാകുമ്പോൾ 3 റുപ്യകളും കൂടുതലുണ്ടായതിന് വലിയ വാല്യൂ ഇല്ല. നേരെ മറിച്ച് 10 രൂപ ഒരാളുടെ ഉണ്ടാകുമ്പോൾ 3 റുപ്യകളും കൂട്ടി കഴിഞ്ഞാൽ അതൊരു വാല്യൂ ഉള്ള സംഭവമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്തത്? കമ്പാരിസൺ ബൈ ഡിഫറൻസ് എന്ന് പറയും. എന്താണ് രണ്ട് പേരുടെ കയ്യിലുള്ള റുപ്പീസിൻ്റെ ഡിഫറൻസ് എത്രയാണ് അത് നോക്കിയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 13 10 മൈനസ് ചെയ്തു, അപ്പോൾ 3 റുപ്പീസ് ഡിഫറൻസ് ഉണ്ട്. 1003 1000 മൈനസ് ചെയ്തു, അപ്പോൾ 3 റുപ്പീസ് ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇതിനാണ് നമ്മൾ കമ്പാരിസൺ ബൈ ഡിഫറൻസ് എന്ന് പറയുക. ഇതുമാതിരി വേറെ ഏതെടുത്താലും, ഇപ്പോൾ 45 സെൻറ്റിമീറ്റർ നീളം ഒരു കമ്പി, 50 സെൻറ്റിമീറ്റർ നീളം വേറൊരു കമ്പി. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ
കമ്പാരിസൺ ബൈ ഡിഫറൻസ് 5 ഈ ആദ്യത്തെ കമ്പിയേക്കാളും 5 സെൻറ്റിമീറ്റർ കൂടുതലാണ് രണ്ടാമത്തെ കമ്പി. നേരെ മറിച്ച് 5000 സെൻറ്റിമീറ്റർ ഒരു കമ്പിയുടെ നീളം, 5 സെൻറ്റിമീറ്റർ രണ്ടാമത്തെ കമ്പിയുടെ നീളം. ഇതിലും ഈ പറഞ്ഞ ബൈ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വരും. ഡിഫറൻസ് രണ്ടിലും 5 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ 45 50 ആകുമ്പോൾ അത് പെട്ടെന്ന് മാറ്റങ്ങൾ വരും. നേരെ മറ്റേ 5000 സെൻറ്റിമീറ്റർ അളന്നിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ അളന്നു കഴിഞ്ഞാൽ അത് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കണ്ണിൽ തന്നെ പെടില്ല. 5000 സെൻറ്റിമീറ്റർ നീളത്തിലൊരു കമ്പിയും 5 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നാ തോന്നുള്ളൂ. ചില ഈ 5 സെൻറ്റിമീറ്റർ നെഗ്ലിജിബിളാണ്. എന്നാൽ നേരെ മറിച്ച് 45 സെൻറ്റിമീറ്ററും 50 സെൻറ്റിമീറ്ററും നമ്മൾ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ രണ്ട് സാധനങ്ങൾ കമ്പയർ ചെയ്യുന്നത് കമ്പയറിങ് ബൈ ഡിഫറൻസ് ആണെങ്കിൽ നമുക്കൊരു ശരിയായിട്ടുള്ള അതിനെക്കുറിച്ചുള്ളൊരു ബോധം കിട്ടില്ല. അങ്ങനെ കിട്ടാൻ വേറൊരു മാർഗമുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ കമ്പയറിങ് ബൈ ഡിവിഷൻ. അതായത് ഒരു സാധനത്തിൻ്റെ എത്ര ഇരട്ടിയാണോ മറ്റേ സാധനം, ഒരു മെഷർമെൻറ്റിൻ്റെ ഹൗ മെനി ടൈംസ് ആണ് സെക്കൻഡ് മെഷർമെൻറ്റ്. അതൊന്നും കൂടി നമുക്കൊരു എന്താണ് കാര്യങ്ങളുടെ കിടപ്പ് വശം ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാവും. നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. അപ്പോൾ എഗെയിൻ ആരതിയുടെ കയ്യിൽ 25 റുപ്പീസ്, അശ്വിൻ്റെ കയ്യിൽ റോബർട്ടിൻ്റെ കയ്യിൽ 50 റുപ്പീസ്. ആരതിയുടെ കയ്യിൽ 25 റുപ്പീസ്, റോബർട്ടിൻ്റെ കയ്യിൽ 50 റുപ്പീസ്. ഈ ഡിഫറൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ വരിക? 25ൻ്റെ ഡിഫറൻസ് വരും അല്ലേ? ആരതിയുടെ കയ്യിനേക്കാളും 25 കയ്യിലുള്ള പൈസയേക്കാളും 25 റുപ്പീസ് കൂടുതലാണ് റോബർട്ടിൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇനി കമ്പാരിസൺ ബൈ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ടിൻ്റെ കയ്യിലുള്ള പൈസ ആരതിയുടെ കയ്യിലെ പൈസ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 50/25 എത്ര വരെ? ആൻസർ എത്ര വരെ? 2. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പറയാം, ആരതിയേക്കാളുടെ കയ്യിലുള്ള പൈസേനേക്കാളും ഇരട്ടി റോബർട്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഒരു സെൻസ് ഡബിൾ ഉണ്ട് അല്ലേ? അപ്പം ഇതേ ഉദാഹരണത്തിൽ ആരാണ് സിന്ധുവിൻ്റെ കയ്യിൽ 1000 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കുക. 1000. പിന്നെ ബിന്ദുവിൻ്റെ കയ്യിൽ 1025 റുപ്പീസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിന്ദുവിൻ്റെ കയ്യിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 1025 ഡിവൈഡ് ബൈ 1000. അതെങ്ങനെയാണ് വരിക? 1.025 ടൈംസ്. അപ്പോൾ ഇവിടെ 1.02, അതായത് 1 തന്നെ 2 ഇല്ല, ഇവിടെ എന്താണ് 2 ടൈംസ് ആണ്. റോബർട്ടിൻ്റെ കയ്യിലുള്ള പൈസ ആരതിയുള്ള കയ്യിലുള്ള പൈസനേക്കാളിൻ്റെ 2 ടൈംസ് ആണ്. ഇവിടെ സിന്ധുവിൻ്റെ കയ്യിലുള്ള പൈസ അല്ലെ ബിന്ദുവിൻ്റെ കയ്യിലുള്ള പൈസ സിന്ധുവിൻ്റെ കയ്യിലുള്ള പൈസയുടെ 1.02 ടൈംസേ ഉള്ളൂ. ഉണ്ടോ? ബൈ ഡിഫറൻസ് നോക്കി രണ്ടോന്നാണ്. ഇവിടെ 25 റുപ്പീസ് കൂടുതലുണ്ട്, ഇവിടെ 25 റുപ്പീസ് കൂടുതലുണ്ട്. പക്ഷേ ഇവിടെ ടൈംസ് നോക്കുമ്പോൾ ചെറുതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസ് വന്നു. 2 ടൈംസ് ഉണ്ടോ? 2 ഇരട്ടി ഉണ്ട്. അപ്പോൾ അത് വലുതാണ്. അവൻ ഇരട്ടി പൈസ ഉണ്ടെന്ന് പറയും 2 ടൈംസ്. നേരെ മറിച്ച് ഇവിടെ 2 ഇരട്ടി ഒന്നുമില്ല, 1.02 ടൈംസേ ഉള്ളൂ. അപ്പോൾ ഇത് കുറവാണ്. അപ്പോൾ ഈ ബൈ ഡിഫറൻസ് നോക്കുമ്പോൾ രണ്ടും ഈക്വലാണ്. ഇവിടെയും 25 റുപ്പീസ് കൂടുതൽ, ഇവിടെയും 25 റുപ്പീസ് കൂടുതൽ. പക്ഷെ നമുക്ക് ആ ഒരാളുടെ എത്രത്തോളം കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിവിഷൻ മെത്തേഡേ പറ്റുള്ളൂ. ഇങ്ങനെ ഡിവിഷൻ മെത്തേഡിനാണ് നമ്മൾ പറയുന്നത് റേഷ്യോ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ആരതി ടു അല്ലെങ്കിൽ റോബർട്ട് ടു ആരതി, ആദ്യം റോബർട്ടിൻ്റെ ഇവിടെ എഴുതിയത് റോബർട്ട് ടു ആരതി റേഷ്യോ, കയ്യിലുള്ള റോബർട്ടിൻ്റെ കയ്യിലുള്ളതും ആരതിയുടെ കയ്യിൽ തമ്മിലുള്ള
പൈസയുടെ റേഷ്യോ 2:, ഇതിന് നമ്മളെന്ന് പറയും റോബർട്ടിൻ്റെ 2 ആണെങ്കിൽ ആരതിയുടെ 1 അല്ലേ, അപ്പോൾ 2:1 എന്ന് എഴുതും നമ്മൾ. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ എഴുതുക. 2 ഇത് ഈ പറയുന്ന റേഷ്യോ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു സിമ്പലിൽ കൂടിയാണ്. കണ്ടോ, ഇതിന് 2 എന്ന് പറയും. 2:1 റേഷ്യോ. ആരതിയുടെ റോബർട്ടിൻ്റെ കയ്യിലുള്ള പൈസയും ആരതിയുടെ കയ്യിലുള്ള പൈസയും തമ്മിലുള്ള റേഷ്യോ 2:1 എന്ന് പറയും. അതേമാതിരി ഇവിടെ ബിന്ദുവിനുള്ള കയ്യിലുള്ള പൈസയും സിന്ധുവിൻ്റെ കയ്യിലുള്ള പൈസയും തമ്മിലുള്ള റേഷ്യോ എന്താ പറയുക, ബിന്ദു ടു സിന്ധു ഇവിടെ 1.025 സിന്ധുവിൻ്റെ അല്ലെങ്കിൽ ബിന്ദുവിൻ്റെ കയ്യിൽ 1 ഉണ്ടോ, 1.025:1. ഇവിടെ 2:1. ഏതാണ്ട് ഒരു പിടി കിട്ടിയ കാര്യങ്ങൾ. ഇത് ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റേഷ്യോൻ്റെ ഉപയോഗം വരുന്നത് ഏതാണ്ട് ഒരേ മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു ഉറുമ്പിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക, മറ്റേ ഉറുമ്പിൻ്റെ നീളം 1.2 സെൻറ്റിമീറ്റർ നിൽക്കുക. ഇവിടെ ഈ പറയുന്ന മാതിരി മറ്റേ കമ്പാരിസൺ ബൈ ഡിഫറൻസ് പറ്റും. ചില ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന സംഭവമാണ്. ഉറുമ്പിൻ്റെ നീളം തന്നെയല്ലേ. നേരെ മറിച്ച് ഒരു ഉറുമ്പിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററും ഒരു പാമ്പിൻ്റെ നീളം 2 മീറ്ററുമാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ഈ ഇതിൽ നമുക്ക് 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായി, വലിയ നീളമായില്ലേ. ആ നീളത്തിൽ 1 സെൻറ്റിമീറ്ററെങ്കിലും എത്രത്തോളം നീളമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷേ രണ്ടും ഡിഫറൻറ്റ്, വളരെ വലിപ്പം കൂടിയതാണ് പാമ്പ്, ഉറുമ്പ് വളരെ ചെറുതുമാണ്. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ ഭയങ്കര ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ റേഷ്യോ ബൈ ഡിവിഷൻ എടുക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഒരു 1000 ഉറുമ്പ് കൂടിയ ഒരു പാമ്പായി, 1000 ഉറുമ്പിൻ്റെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞൊരു പാമ്പിൻ്റെ നീളമായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൻസ് കിട്ടും, 1000 ഇരട്ടി. നേരെ മറിച്ച് ഇത്ര സെൻറ്റിമീറ്റർ കൂടുതൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളാണ് നമ്മൾ ഈ റേഷ്യോൻ്റെ ആവശ്യം വരിക. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉറുമ്പിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ, പാമ്പിൻ്റെ നീളം 2 മീറ്റർ. ഇത് കണ്ട വഴിക്ക് പാമ്പിനും ഉറുമ്പിനും ഇടയിലുള്ള പ്രപ്പോർഷൻ 2:1 എന്ന് എഴുതാൻ പാടില്ല. 2:1 അല്ല, എന്താ കാര്യം, ഇത് 2 മീറ്ററാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും റേഷ്യോ കണ്ടെത്തുമ്പോഴും രണ്ട് മെഷർമെൻറ്റിൻ്റെയും യൂണിറ്റ് ഒന്നായിരിക്കണം. യൂണിറ്റ് ഡിഫറൻ്റ് ആയാൽ ശരിയാവില്ല. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിൽ കൊടുത്തു, പാമ്പിൻ്റെ നീളം മീറ്ററിൽ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് തെറ്റായിട്ടുള്ള പ്രൊപ്പോർഷൻ കിട്ടി. ഇതിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഉറുമ്പിൻ്റെ 2 ഇരട്ടിയാണ് പാമ്പിൻ്റെ നീളം. തെറ്റല്ലേ? ഉറുമ്പിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പാമ്പിൻ്റെ നീളം. അപ്പോൾ ഈ തെറ്റ് പറ്റാനുള്ള കാരണം എന്താണ്, ഒരേ ഡിഫറെൻ്റ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു. ഇവിടെ സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ മീറ്റർ എടുത്തു. അതാണ് നമുക്ക് തെറ്റ് പറ്റാൻ കാരണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെയും സെൻറ്റിമീറ്റർ തന്നെ എടുക്കാം. അപ്പോൾ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്, 100 സെൻറ്റിമീറ്റർ അല്ലേ 1 മീറ്റർ അല്ലേ, ഓർമ്മയുണ്ടോ പഠിച്ചത്? അപ്പോൾ 200 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ, പാമ്പിൻ്റെ നീളവും ഉറുമ്പിൻ്റെ നീളം തമ്മിലുള്ള റേഷ്യോ 200:1 ആയിരിക്കും. ഉറുമ്പിന് 1 ആണെങ്കിൽ പാമ്പിന് 200 ടൈംസ്. പിടി കിട്ടിയില്ലേ? ഇനി നമുക്ക് പോകെ കുറച്ചും കൂടി ഐഡിയ വരും ക്ലാസ് മുന്നോട്ട് പുരോഗമിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എപ്പോഴും പറയുന്ന മാതിരി ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി ഇനി ഏതെങ്കിലും പുതുതായിട്ട് കൂട്ടുകാരെ നിങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ കണ്ട് സംസാരിച്ച് ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.